തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ പുതിയ ടെസ്റ്റാണ്. ടെസ്റ്റൊന്നും സ്കൂളുകളിൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ മോഡൽ. നമുക്ക് നോക്കാം, ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് നോക്കാം. എന്താണ് ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം. നമുക്ക് ഒരു ഡോക്ടറും പേഷ്യൻസ് ആയിട്ടുള്ള ഒരു സംഭാഷണമാണ്. ഡോക്ടർ, ഐ തിങ്ക് മൈ ഡാറ്റർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? അപ്പോൾ അമ്മ കുട്ടിയുടെ കാര്യം ഡോക്ടറെ അടുത്ത് പറയാണ്. ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? സ്ലൈറ്റ് വെയ്റ്റ് ലോസ് ഇസ് നോട്ട് ആൻ ഇഷ്യൂ. Isn't she in a growing age? She will be fine soon, but should ensure adequate nutritious food. ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. കഴിക്കുന്ന ആഹാരം പോഷകാഹാരമാണെന്ന് ഉറപ്പാക്കണം. നോക്കൂ, ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മോം ആൻഡ് ദ ഡോക്ടർ? Some you have had this kind of experience. What is meant by nutritious food? Write your guess. We have variety of food items around us. We eat different kinds of cooked and raw food items. അപ്പോൾ അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് ആ പറഞ്ഞത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇത്തരം അനുഭവം, ചിലർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് നോക്കാം. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്തതും അല്ലാത്തതുമായ വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലൊക്കെ ആണെങ്കിലും പല രീതിക്കുള്ള ആഹാരം, പല ടൈപ്പ് ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രിയസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? റെഫേഴ്സ് ടു ഫുഡ് ദാറ്റ് പ്രൊവൈഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് യുവർ ബോഡി നീഡ്സ് ടു ഫങ്ഷൻ പ്രോപ്പർലി, സ്റ്റേ ഹെൽത്തി ആൻഡ് ഗ്രോ. അതാണ് ന്യൂട്രിയസ് ഫുഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തോന്നാണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട പോഷകങ്ങൾ, നമുക്ക് ആരോഗ്യവും വളർച്ചയൊക്കെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭക്ഷണത്തിനാണ് ന്യൂട്രിയസ് ഫുഡ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഫുഡാണ് ന്യൂട്രിയസ് ഫുഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആരോഗ്യവും വളർച്ചയൊക്കെ നൽകാൻ സഹായിക്കുന്നു. ഏതൊക്കെയാണ് ന്യൂട്രിയസ് ഫുഡ്? ഏതൊക്കെ വരാം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഫൈബർ ഒക്കെ അടങ്ങിയത് ന്യൂട്രിയസ് ഫുഡാണ്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ജലം, ഇതെല്ലാം എന്തോന്നാണ്? ന്യൂട്രിയസ് ഫുഡിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ന്യൂട്രിയസ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങി വരണമെന്നൊക്കെ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഒക്കെ വരണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള ഫുഡുകൾ ഏതൊക്കെയാ വരും? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, എല്ലാ ഗ്രെയിൻസും, പിന്നെ പ്രോട്ടീൻസ് ആയിട്ട് വരുന്നത്, പിന്നെ എന്തോന്നാണ്? നട്ട്സ് ആൻഡ് സീഡ്സ്. ഇതെല്ലാം ന്യൂട്രിയസ് ഫുഡിന് എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെ? പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പിന്നെ പാലും പാലുൽപ്പന്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, കടല, പരിപ്പ്, അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ന്യൂട്രിയസ് ഫുഡിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രിയസ് ഫുഡ്. അങ്ങനെയെങ്കിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എന്താണ്? ന്യൂട്രിയസ് ഫുഡ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഓവറോൾ ഹെൽത്ത്, സപ്പോർട്ടിംഗ് ഗ്രോത്ത് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസസ്. എന്തിനൊക്കെ സഹായിക്കുന്നു? പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എന്തോന്നാണ്? ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഊർജം നൽകുന്നു, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണ്. പോഷകാഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യമാണ്. ഓക്കെ, മനസ്സിലായോ? അത്രയും ക്ലിയർ ആയോ?
അടുത്ത് നോക്കാം. നമുക്ക് ഇത് ടെസ്റ്റിൽ തന്നെ കുറച്ച് പടങ്ങൾ തന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് എഴുതാനാണ്. സിറൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തെന്തോആണ്? ഇതെന്തോന്നാണ്? രണ്ടാമത്തെ എന്തോന്നാണ്? ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ്. അടുത്തെന്തോന്നാണ്? അത് നോക്കുമ്പോൾ നമുക്കറിയാം എന്തോന്നാണ്? വെജിറ്റബിൾസ് ആണ്. പിന്നെ എന്തോന്നാണ്? പൾസസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ലാസ്റ്റ് തന്നിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്. ഓക്കെ, ഏതൊക്കെ തന്നിട്ടുണ്ട്? ധാന്യങ്ങൾ തന്നിട്ടുണ്ട്, പഴങ്ങൾ ഇത് നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, പച്ചക്കറികൾ അതും എഴുതാനാണ് തന്നിരിക്കുന്നത്, പിന്നെ പയറുവർഗ്ഗം തന്നിട്ടുണ്ട്, ഇലക്കറികൾ. ഇത്രയാണ്. ഇതെന്തോന്നാണ്? സം ഫുഡ് ഐറ്റംസ് യൂഷ്വലി ഈറ്റ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇത് അല്ലേ. വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമംഗ് ദം? നമ്മളിപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണമൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. നിങ്ങൾക്കറിയാന്നുള്ള നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ ഒരു ദിവസം കഴിക്കുന്ന അതൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന്, അതിനെക്കുറിച്ച് ഇഷ്ടമില്ലാത്തത് ഏതാണ് എന്നൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണത്തിൽ കുറേയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടെത്തി എഴുതുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണത്തിൽ എന്തോന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്? നമ്മൾ ഇഡ്ഡലി ഉപയോഗിക്കാറുണ്ട്, ദോശ, അപ്പം, പുട്ട്, ഉപ്പുമാവ്, പൂരി, ചപ്പാത്തി, പൊറോട്ട ഒക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട്, ഉപ്പുമാവ്, പൂരി, ചപ്പാത്തി, പൊറോട്ടയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്ത് ലഞ്ചിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തോന്നാ? അരി, ചോറ് ഇല്ലേ, സാമ്പാർ, രസം, പിന്നെ കറികൾ തന്നെ പലതരത്തിലുണ്ട്. മീൻ കറി, ഇറച്ചിക്കറി, വെജിറ്റബിൾസ് ഉപയോഗിക്കാറുണ്ട്, ഫിഷ് ഉപയോഗിക്കാറുണ്ട്, മീറ്റ് ഉണ്ട് ഇല്ലേ. പിന്നെ അവിയൽ, തോരൻ, കാളൻ, ഫിഷ് ഫ്രൈ, പപ്പടം, പിക്കിൾസ്, അങ്ങനെ ഒരുപാട് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ ഒരുപാട് ഇത് നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ. അരി, സാമ്പാർ, രസം, അവിയൽ, തോരൻ, മീൻ വറുത്തത്, പപ്പടം, അച്ചാർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഡിന്നർ എന്താണ്? ചപ്പാത്തി, ചിലർ ചോറ് കഴിക്കാറുണ്ട്, ചോറ്, കറി, ദോശ, ഉപ്പുമാ, ഇഡ്ഡലി, കഞ്ഞി, പിക്കിൾസ്, കർഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. നോക്കൂ. മൈ ഫേവററ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. ഐ ലവ് പുട്ട് ആൻഡ് ബനാന. ഈ കൊച്ചു പറയണേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? അപ്പവും കടലക്കറിയാണെന്ന് പറയണേ. ഈ കുട്ടി പറയണ എന്തോന്ന്? എനിക്ക് പുട്ടും ബനാനയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഐ ഈറ്റ് നൂഡിൽസ് എവറി ഡേ. മോം പ്രിപ്പേഴ്സ് നൂഡിൽസ് ഫോർ മീ ഡെയിലി. ഈ കുട്ടി എന്തോന്നാണ് പറയണത്? എനിക്ക് നൂഡിൽസ് ആണ് ഏറ്റവും ഇഷ്ടം, അമ്മ എനിക്ക് എന്നും നൂഡിൽസും ഉണ്ടാക്കി തരും എന്ന് പറയണം മൂന്നാമത്തെ കുട്ടി. ഓക്കെ, ഡിഡ് യു നോട്ടീസ് വാട്ട് ദ 3 children said? Will the food they like be enough the growth and health these 3? റൈറ്റ് ഡൗൺ ദ ഒപ്പീനിയൻ പ്രസന്റ് ഇൻ ദ ക്ലാസ്. അതായത് 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഈ 3 പേരുടെയും വളർച്ചയ്ക്ക്, ആരോഗ്യത്തിന് ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം മതിയാകോ? ഇല്ല. ഓരോ ഫുഡിലും ഓരോ തരത്തിലുള്ള പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വൈ ഫുഡ്? ഫുഡ് ആഹാരം എന്തിനാണ്? വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? ഫുഡിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആരോഗ്യം, അത് നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് ഇനി പറയുന്നതിലുണ്ട്. നോക്കിക്കോ. അവർ ഹെൽത്ത്. ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. എന്താണ്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മൾ എന്തിനാണ് അപ്പോൾ ആഹാരം കഴിക്കുന്നത്? നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആവശ്യമായ എനർജി നൽകുന്നത് ആരാണ്? ഫുഡാണ്. നമുക്ക് എനർജി നൽകുന്ന, ഊർജം നൽകുന്നത് ഫുഡാണ് അല്ലേ. ഒന്നാമത്തെ, ന്യൂട്രിയൻസ് ആർ ദ കമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെന്റ് ഡിസീസസ്.
പിന്നെന്തോന്നാണ് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യവും നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ആഹാരം നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ വളർച്ചയും ആരോഗ്യവും നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ചേർക്കുന്നതിനൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നത് ആവശ്യമാണ്. അതെങ്ങനെയുള്ള ആഹാരം കഴിക്കണം? പോഷകങ്ങൾ ചേർന്ന ആഹാരം, ന്യൂട്രിയൻസ് ഫുഡ് ആയിരിക്കണം. എന്തിനൊക്കെ? അവർ ഗ്രോത്തിനും മെയിൻറ്റെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങളെ ചെറുക്കുന്നതിനുമെല്ലാം നമ്മൾ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. വി ഒബ്റ്റൈൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ ഫുഡ് ഐറ്റംസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മൾ ഫുഡ് ഐറ്റംസിൽ എന്തൊക്കെ വേണം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇത്രയും നമ്മുടെ ഫുഡ് ഐറ്റംസിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവയാണ്. പിന്നെന്തോന്ന്? ദോ വാട്ടർ ഈസ് നോട്ട് എ ന്യൂട്രിയൻ component, it is an important requirement for our bodily activities. എന്നാൽ ജലം എന്ന് പറയുന്ന ഒരു പോഷകഘടകമല്ലെങ്കിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യമായ ഒരു പദാർത്ഥമാണ് എന്തോന്ന് പറയുന്നത് എന്ന് പറയുന്നത് വാട്ടർ. അപ്പോൾ അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞ്? ഊർജവും വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും പിന്നെ രോഗങ്ങളെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അതെങ്ങനെയുള്ള ആഹാരമായിരിക്കണം കഴിക്കേണ്ടത്? പോഷകഘടകങ്ങൾ അടങ്ങിയ ആഹാരം ആയിരിക്കണം. പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. ഇവയാണ് പോഷകഘടകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്? നമ്മുടെ എനർജി, പിന്നെന്തോന്നാണ്? ഗ്രോത്ത്, മെയിൻറ്റെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പ്രിവെന്റ് ഡിസീസ്, രോഗാണുക്കളെ ചെറുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ട, വാട്ട് ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത്. അതിന്റെ ആൻസർ ആണ് ഇത്. ഏതൊക്കെ? എനർജി, ഗ്രോത്ത്, മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെന്റ് ഡിസീസസ്. പിന്നെന്തോന്നാണ് പറഞ്ഞത്? ന്യൂട്രിയൻസ് ഫുഡ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഊർജം നൽകുന്നു, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രിയൻസ് ഫുഡിന്റെ കാര്യം മനസ്സിലായോ? നോക്കാം. Fibers present in the food items are also required for bodily activities. All food items may not contain all essential nutrients in adequate quantities. കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. ഇപ്പോൾ ഒരു ഭക്ഷണ വസ്തുവിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ ആയിരിക്കില്ല വേറെ ഒരു ഭക്ഷണ വസ്തുവിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. അല്ലേ? ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് ടൈം ഓഫ് കൺസപ്ഷൻ ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത്. സോ എവരി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രിയസ് ഫുഡ്. അപ്പോൾ നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. ഏതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്? ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, എത്രത്തോളം കഴിച്ചു എന്നുള്ളത്, കഴിക്കുന്ന സമയം, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ആഹാരം, അതിന്റെ ഗുണമേന്മ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്, പിന്നെന്തോന്നാണ്? ക്വാളിറ്റി, ടൈം കൺസപ്ഷൻ, ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത്. ഓക്കെ,
സോ എവരി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രിയസ് ഫുഡ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനത്തെ ഫുഡ് കഴിക്കണം എന്ന് പറയാണ്? ന്യൂട്രിയസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന്. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഡിഡ് യു റീഡ് ദ റൈറ്റ് അപ്പ്? വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് പോഷകഘടകങ്ങൾ എന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ്? വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് പ്രൊവൈഡ് ഡിഫറെന്റ് ന്യൂട്രിയൻസ്. എന്താണ്? ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് എന്തോന്നാണ് തരുന്നത്? ഡിഫറെന്റ് ന്യൂട്രിയൻസ് ആണ് തരുന്നത്. ഓരോ ഘടകവും വ്യത്യസ്ത പോഷകങ്ങൾ നൽകുന്നു. വ്യത്യസ്തമായ ഘടകങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് നൽകുന്നു. നാം അടുത്തെന്താണ്? വൈ ഡു വി ഈറ്റ് ന്യൂട്രിയന്റ് റിച്ച് ഫുഡ്? നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനൊക്കെ വേണ്ടിയാണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, എനർജി, ബോഡി ഫങ്ഷൻസ്, ഇമ്മ്യൂണിറ്റി. വളർച്ചയും വികാസത്തിനും ശക്തി ഊർജവും നൽകുന്നതിന്, ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്. ഈ കാര്യം തന്നെയാണ് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്കാം. ടു ഒബ്റ്റെയിൻ എനർജി. ഡു വി ഈറ്റ് ഫുഡ് ടു എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് സാറ്റിസ്ഫൈ ഹങ്കർ അലോൺ? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? അപ്പോൾ ഊർജം ലഭിക്കാൻ, വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ആണോ? അല്ല. ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്? വാട്ട് ആക്ടിവിറ്റീസ് ഡു യു സീ ഇൻ ദ പിക്ചർ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഈ പിക്ചറിൽ നോക്കുമ്പോഴത്തേക്ക് അറിയാം, എന്താ? കളിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പിന്നെ എന്തോന്നാണ്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ? ഉണ്ട്. യെസ്. ഡു ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? ഇതിലെല്ലാം ഒരേ തരത്തിലുള്ള എനർജി, ഒരേ അളവിലുള്ള ഊർജ്ജമാണ് ആവശ്യമുള്ളത്? അല്ല. ഫ്രം വെയർ ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻഡ്? അപ്പൊ ഇതിനെല്ലാം ആവശ്യമായ ഊർജ്ജം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നോക്കാം, എവിടെ നിന്നാണ് ലഭിക്കുന്നത്. അതിലാദ്യത്തെ കാർബോഹൈഡ്രേറ്റ്. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായി ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. പ്രധാനമായിട്ട് എനർജി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ് ഡിഫറെന്റ് ഫോംസ് ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ഏതൊക്കെ രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്? സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബേഴ്സ് എന്ന ഈ രീതിയിലാണ് കാണുന്നത്? കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഐറ്റംസിൽ കാണുന്നത്. ഏതൊക്കെ രീതിയിലാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലായി കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ അബാൻഡൻസ് ഇൻ സീറൽസ് ആൻഡ് ട്യൂബേഴ്സ്. സ്റ്റാർച്ച് ഏതിലൊക്കെയാണ് കാണുന്നത്? സീറൽസിലും ട്യൂബേഴ്സിലുമാണ് കാണുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തോന്നാണ്? അന്നജം. അന്നജം ഏതിലൊക്കെയാണ് കാണപ്പെടുന്നത്? കിഴങ്ങ് വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ. അതിൽ കാണുന്ന എന്താണ്? അന്നജം. ഓക്കെ. നോക്കാം. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? കുറച്ച് ഇവിടെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് ഉള്ള ഫുഡ് ഐറ്റംസിന്റെ കുറച്ച് പേരുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ? റൈസ്, അരി, ബ്രെഡ്, ചപ്പാത്തി, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോസ്, ബനാന, ഷുഗർ, ജാഗറി, ഹണി,
മൈദ, വീറ്റ്, കോൺ ഇതൊക്കെ എന്തോന്നാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡ് ഐറ്റംസ് ആണ്. അരി, ബ്രെഡ്, ചപ്പാത്തി, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, വാഴപ്പഴം, പഞ്ചസാര, ശർക്കര, തേൻ, ഗോതമ്പ്, ചോളം ഒക്കെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. ഏത് മുതൽ? ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ന്യൂട്രിയസ് ഫുഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ആവശ്യമായ പ്രധാനപ്പെട്ട പോഷകങ്ങൾ നൽകുന്ന ഫുഡുകളാണ് ന്യൂട്രിയസ് ഫുഡ് എന്ന് പറയുന്നത്. ന്യൂട്രിയസ് ഫുഡ് refers to the food that provide the essential nutrients your body. ഏതൊക്കെയാണ് ഈ ന്യൂട്രിയൻസ് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന? ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഫൈബർ ആണ്. ഓക്കെ, പോഷകങ്ങൾ നൽകുന്ന ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ. ഒന്നത്. അടുത്തെന്താണ്? ന്യൂട്രിയസ് ഫുഡ് ഏതൊക്കെയാണ് വരുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, പ്രോട്ടീൻസ്, നട്ട്സ് ആൻഡ് സീഡ്സ്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും, പരിപ്പ്, കടല ഒക്കെ ഈ ന്യൂട്രിയസ് ഫുഡിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, ലഞ്ചിന് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, ഡിന്നറിൽ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെന്തോന്നാ? Importance of nutritious food. Nutritious food is essential for maintaining overall health, supporting growth ആൻഡ് പ്രിവെന്റിങ് ഡിസീസസ്. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഊർജ്ജം നൽകുന്നു, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണ്. ഇതിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. വളർച്ചയ്ക്ക്, ആരോഗ്യം നിലനിർത്തുന്നതിന്, രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനും എല്ലാം എന്തോന്ന് ഫുഡ് ആവശ്യമാണ്. പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ ഇവയാണ്. ഓക്കെ, എന്താണ്? വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ്? ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് പ്രൊവൈഡ് ഡിഫറെന്റ് ന്യൂട്രിയൻസ്. പിന്നെ why do we eat nutrients rich food? Growth and development, എനർജി, ബോഡി ഫങ്ഷൻസ്, ഇമ്മ്യൂണിറ്റി. ഇത്രയും കാര്യങ്ങൾ. കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നൽകുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ് കാണുന്നത്? സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബർ. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഏതിലൊക്കെയാണ് കാണുന്നത്? സീറൽസിലും ട്യൂബേഴ്സിലുമാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. ധാന്യങ്ങളിലും കിഴങ്ങുകളിലും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? അന്നജമാണ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള കുറെ ഫുഡ് ഐറ്റംസിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.